everyone, welcome back to Zam Learning. Welcome back to English class. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫണ്ണി മാൻ എന്ന് പറയുന്ന പോയത്തിന്റെ സമ്മറി ആണ്. ഓഫ് കോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇത് ഫണ്ണി മാൻ എന്ന് പറയുന്ന പോമില്. അപ്പൊ എല്ലാവരും അന്നേ മിസ്സിനോട് ലൈവ് ക്ലാസ്സിൽ ചോദിക്കുന്നുണ്ട്, മിസ് ഇതിന്റെ സമ്മറി ഒന്ന് തരുമോ, സമ്മറി ഒന്ന് പ്രൊവൈഡ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ഐ തോട്ട് ദാറ്റ് ലെറ്റ്സ് ഗിവ് ദ സമ്മറി. സോ നമുക്ക് നോക്കാം, നമ്മൾ പഠിച്ച ചാപ്റ്റർ ആണ്. എന്നാലും ലെറ്റ്സ് റിവൈസ് ഇറ്റ് വൺ മോർ ടൈം. The poem A Funny Man tells the story of a strange but polite man the speaker meets one day. നമ്മുടെ പോയിന്റ്, നമ്മുടെ സ്പീക്കർ ഒരു ദിവസം ഇങ്ങനെ യാദൃശ്ചികമായിട്ടുള്ള വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളെ കാണാല്ലേ. പുള്ളി ആള് സ്ട്രേഞ്ച് ആണെങ്കിലും പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ബട്ട് ഹി വാസ് എ വെരി പൊലൈറ്റ് വൺ. ആളൊരു പൊലൈറ്റ് ആയിട്ടുള്ള ആളാണ്. എന്താണ് പൊലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിനയത്തോടു കൂടി പെരുമാറുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ആര് കണ്ട്, നമ്മുടെ പോയിന്റ് ഒരു ദിവസം കണ്ട്. അദ്ദേഹത്തെ കുറിച്ചാണ് എന്തിവിടെ നമ്മളോട് പറയുന്നത്. It begins by introducing this unusual man who walks down the street. The speaker quickly sees he's different because he wears a shoe on his head and hats on his feet. അപ്പൊ ഇയാൾ ഫണ്ണി മാൻ ആണ്, സ്ട്രേഞ്ച് ആണെന്ന് പറയാൻ കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇയാൾ ഇങ്ങനെ ആ റോഡിൽ കൂടെ താഴോട്ടേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് what did he see the ഇയാൾ കാണുന്ന എന്താണ്, ആക്ച്വലി പുള്ളി എന്താണ് ആകെ ഷൂസ്, കാലിടേണ്ട ഷൂ എടുത്തിട്ട് എവിടെ ഇട്ടിട്ടുണ്ട്, പുള്ളിയുടെ തലയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പുള്ളിന്റെ കാലിടുന്ന ഷൂസ് എടുത്ത് പുള്ളി തലയിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഹാറ്റ്സ് ഓൺ ഹിസ് ഫീറ്റ് അല്ലെ. തൊപ്പി എവിടെ ഇട്ടത്, തൊപ്പി ഫുള്ള് കയ്യിൽ ഇട്ടിട്ടുണ്ട്. സോ വിച്ച് ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് മോസ്റ്റ് പീപ്പിൾ ഡു. നമ്മളൊക്കെ എന്താ ചെയ്യാ, തൊപ്പി എടുത്ത് തലയിലിടും, ഷൂ ഇട്ട് കാലിലിടും. പുള്ളി നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടും എന്ത് ചെയ്തത്, പുള്ളി വെയർ ചെയ്തത്. ഈവൻ ദോ ഹി ലുക്സ് ഔട്ട് വെൻ ഹി സീസ് ദ സ്പീക്കർ ഹി ആക്ട്സ് കൈൻഡ്ലി. ഹി ലീവ്സ് ദ ഷൂ ഫ്രം ഹിസ് ഹെഡ് ലൈക്ക് ഇറ്റ്സ് എ ഹാറ്റ് ആൻഡ് സ്മൈൽസ് പൊലൈറ്റ്ലി. ഈവൻ ദോ ഹി ലുക്സ് ഔട്ട്, അദ്ദേഹം എന്തോ ഒരു ഓടായിട്ട് ഒരു വ്യത്യസ്തനായിട്ട് കാണും നമുക്ക് തോന്നുമെങ്കിലും വെൻ ഹി സീസ് ദ സ്പീക്കർ, അയാൾ ഈ സ്പീക്കറെ കാണുമ്പോൾ ഹി ആക്ട്സ് കൈൻഡ്ലി, ഭയങ്കര കൈൻഡ് ആയിട്ടാണ് എന്ത് അദ്ദേഹം പെരുമാറാം. ഹി ലിഫ്റ്റ്സ് ദ ഷൂ ഫ്രം ഹിസ് ഹെഡ് ലൈക്ക് ഇറ്റ്സ് എ ഹാറ്റ് ആൻഡ് സ്മൈൽസ് പൊലൈറ്റ്ലി. പുള്ളി എന്ത് ചെയ്യും, ഷൂസ് എടുത്തിട്ട് ഒന്ന് ബോ ഒക്കെ ചെയ്യും. ഓക്കെ, സാധാരണ നമ്മൾ എന്താ ചെയ്യുക, തൊപ്പി എടുത്തിട്ടാണ് ബോ ചെയ്യുക. പുള്ളി എന്ത് ചെയ്യും, ഷൂ തലയിൽ എടുത്തിട്ട് ഭയങ്കര ഒരു ബഹുമാനമൊക്കെ കാണിക്കും. ദ സ്പീക്കർ ഫൈൻഡ്സ് ദിസ് വെരി സ്ട്രേഞ്ച് ആൻഡ് സീസ് ദേ ഹാവ് നെവർ സീൻ എനിത്തിങ് സോ ഫണ്ണി ആൻഡ് ഓഡ്. നമ്മുടെ സ്പീക്കർ എന്താ പറയുന്നത്, ഇത്ര ഫണ്ണി ആയിട്ടുള്ള, ഇത്രയും രസകരമായിട്ടുള്ള ഒരു വ്യക്തിനെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല. Next, the man speaks eloquently. He offers to give the speaker a rose, calling him Your Highness. നമ്മുടെ സ്പീക്കർ എന്താണ്, Your Highness, രാജാവിനെ വിളിച്ചിട്ട് എപ്പോഴും റോസും എന്തെയും ഓഫർ ചെയ്യും. But instead of a rose, he pulls out a currant bun, a kind of sweet bread, and holds it up to the speaker's nose. The speaker is so surprised that he stumbles back against the wall. He says finally that he was never known a rose to have such a funny looking smell. അപ്പോൾ സാധാരണ യുവർ ഹൈനസ് വെച്ചിട്ട് ഫ്ലവേഴ്സ് നമ്മൾ കൊടുക്കുക. ഇവിടെ പുള്ളി യുവർ ഹൈനസ് എന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ബ്രെഡിന്റെ കഷ്ണം അങ്ങോട്ടേക്ക് എടുത്തു കൊടുക്കും. അതുമല്ല, കൊടുക്കുന്ന മാത്രമല്ല, അത് എന്ത് ചെയ്യും, നേരെ കൊണ്ട് അയാളെ അണ്ണാക്കിലേക്ക്, നമ്മൾ പറയില്ലേ അണ്ണാക്കിലേക്ക് പോകുക, നേരെ മൂക്കിനടുത്തേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങ് കൊണ്ടുവരും അല്ലേ. അത്രയും ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യും, പുള്ളി അത് കൊണ്ടുവരാം. എന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു സ്ട്രേഞ്ച് ബിഹേവിയർ ഉള്ള ആളാണ് ആര്, നമ്മുടെ വ്യക്തി. ബിക്കോസ് ഹി വാസ് സ്മെല്ലിംഗ് എ ബൺ നോട്ട് എ ഫ്ലവർ അല്ലേ. സോ ആഫ്റ്റർ ദാറ്റ് ദ ഫണ്ണി മാൻ സിറ്റ്സ് ഡൗൺ ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് സ്റ്റാർട്ട് സിംഗിങ്. പിന്നെ പുള്ളി എന്ത് ചെയ്യും, അവിടെ ഗ്രൗണ്ടിൽ പോയിരുന്ന ഒരു ഒറ്റ ഇരുത്താണ്, പിന്നെ തുടങ്ങും അങ്ങോട്ടൊരു പാട്ട് പാടല്. ദ സ്പീക്കർ ഡിസ്ക്രൈബ്സ് ദ സോങ് ആസ് ഹാവിംഗ് എ ഫണ്ണി ഫീലിംഗ് സൗണ്ട്. ദിസ് മീൻസ് it was very strange to listen to and made him feel peculiar. Finally, the speaker gets curious and asks the man calling him his friend, why does he wear two hats on his feet? The man doesn't answer. Instead, he simply turns around and surprisingly hops all the way home on his head. അല്ലേ. അപ്പോൾ ഇയാൾ ഇങ്ങനെ കുറേ കൂടി കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ ഇയാളെ പാട്ടും കൂത്തും വർത്താനം എല്ലാം കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി നമ്മുടെ റൈറ്റർ, നമ്മുടെ സ്പീക്കർ എന്താ, ഇയാളെ കൂട്ടുകാരെന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കൂടി പേഴ്സണലി അടുത്തിറങ്ങിയപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഈ എന്താണ് തൊപ്പിയൊക്കെ ഇങ്ങനെ എടുത്ത് കാലിടുന്നത് എന്ന് ചോദിച്ചു, ഷൂ എടുത്ത് തലയിടുന്നൊക്കെ ചോദിച്ചപ്പോൾ ഇയാൾ ഒന്നും മിണ്ടില്ല, ജസ്റ്റ് ചിരിച്ചും കൊണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ ഓടിപ്പോയി. ആ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പുള്ളി എന്താ ചെയ്തത്, നേരെ തല കുത്തിരി നിന്ന് എന്ത് ചെയ്ത്, തല കീഴായി നിന്ന് തുള്ളിയാണ് പുള്ളി എന്ത് ചെയ്തത്, പുള്ളി പോയത്. അപ്പൊ പുള്ളി എന്താണ്, എല്ലാ അർത്ഥം കൊണ്ടും ഇൻ ഓൾ സെൻസ് എ സ്ട്രേഞ്ച് മാൻ കം എ ഫണ്ണി മാൻ അല്ലേ. അങ്ങനെ ഒരാളെ കുറിച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോമാണ് ദ ഫണ്ണി മാൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പോമില്. I hope that you guys enjoyed it and soon we will be discussing our next topics. Thank you.